ജിഷയുടെ നമ്മുടെ പെരുമ്പാവൂർ ജിഷ മരണ കേസിലെ ആ ഒരു വ്യക്തിയുടെ അമ്മ രാജേശ്വരി മരണപ്പെടുകയുണ്ടായി. പക്ഷെ ആ ഒരു മരണപ്പെട്ട സമയത്ത് ആ ഒരു ചുറ്റുപാടും അധികം ആൾക്കാരൊന്നുമില്ല. ആ ഒരു കരയുന്ന സീന് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് വെറുപ്പാണ് തോന്നിയത്. വേറൊന്നും കണ്ടല്ല, ഇത്രയും നാള് ആ ഒരു സ്ത്രീ ജിഷയെ വിചാരിച്ച് ആ ഒരു തെരുവിൽ അലങ്ങിയ സമയത്തൊന്നും കണ്ടില്ലായിരുന്നു. വീട്ടിനകത്ത് കൊണ്ട് കയറ്റിയ ആ ഒരു അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലായിരുന്നു. മരിച്ച ശേഷം എന്തിനാണ് ഈ ഒരു പൂങ്കണ്ണീർ ഒഴുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ ഒരു മരണക്കിടക്കിൽ അവർ കിടക്കുമ്പോഴും അവർ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു വീഡിയോയിൽ കണ്ടത്. പക്ഷെ വളരെയധികം വിഷമം തോന്നി. കാരണം ജിഷയുടെ കേസിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് അതിനകത്ത് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു അന്നത്തെ ആ ഒരു കേസ് നമുക്ക് എടുത്തു നോക്കുന്നുണ്ടറിയാം. പെട്ടെന്ന് തന്നെ ജിഷ മരണപ്പെടുന്നതിൻ്റെ അന്ന് തന്നെ വെപ്രാളത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ ചിത ഒരുക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല 1-2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ആ ഒരു വീടിനകത്ത് കയറാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ചുറ്റിക്കെട്ടുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം എല്ലാ തെളിവുകളും നശിച്ചതിന് ശേഷമാണ് ആ ഒരു സ്ഥലത്തേക്ക് ആളെ കയറ്റാണ്ടായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രമാത്രം ദുരൂഹത നിറഞ്ഞിട്ടുള്ളൊരു കേസാണ്. ജിഷയുടെ അച്ഛൻ അന്ന് റോഡരികത്ത് കിടന്നാണ് മരണപ്പെടുകയുണ്ടായി. അയാളും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇതിനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിൽ കുറേ ദുരൂഹതകളുണ്ട്. പക്ഷെ ആ ഒരു ദുരൂഹതകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ അത് വരാനുള്ളൊരു സമയം പോലും ദൈവം കൊടുത്തിട്ടില്ല. അറിയാഞ്ഞിട്ടും അവർ പറയാത്തതാണ്. കാരണം എന്തെങ്കിലും പുറത്ത് എങ്ങനെയെങ്കിലും വരുമെന്ന് പറഞ്ഞാലും ആ ഒരു അറിയാവുന്ന ആൾക്കാരൊക്കെ ഏകദേശം മരണപ്പെട്ടു. ഇനി ആരുണ്ട് ഈ ഒരു ജിഷയുടെ ആത്മാവിന് നീതി മേടിച്ചു കൊടുക്കാൻ? ആരുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ആൾക്കാരും ആ സമയത്ത് പണത്തിൻ്റെ മേലെ ഓടി. പണം കണ്ടപ്പോൾ എല്ലാ ആൾക്കാരും സ്വന്തം മകളെ മറന്നു. സ്വന്തം മകൾക്ക് അതുവരെയും കിട്ടാത്ത കുറേ കാര്യങ്ങൾ മരിച്ചതിന് ശേഷം കിട്ടിയപ്പം എല്ലാവരും അത് സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാനവിടെ കണ്ടത്. അപ്പം എന്ത് ഉദ്ദേശമാണ് ഇതിൽ നടക്കുന്നത് മനസ്സിലാവില്ല. ഒരാൾ മരണപ്പെടുമ്പോഴേക്ക് പെട്ടെന്ന് സർക്കാർ ജോലി കൊടുക്കുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുവരെ അത്രയും നാളും കയറി ഇറങ്ങിയിട്ട് ഒരു വീടോ ഒരു സ്ഥലമോ ഒന്നും അവർ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാർ മരണത്തിന് ശേഷം പെട്ടെന്ന് വീട് വെക്കുന്നു, വീട് കൊടുക്കുന്നു, അവർക്കുള്ള ഫർണിച്ചർ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നു, ജോലി ഗവൺമെൻറ് ജോലി അങ്ങ് സുഖമായിട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുമ്പോഴത്തേക്ക് എന്താണ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി കൊടുക്കാമായിരുന്നു. അത്രയും കഷ്ടപ്പാടിലും ആ ഒരു വീട് കണ്ടാലറിയാം. ആ ഒരു വീട് ഇപ്പോൾ കാട് പിടിച്ചൊക്കെ കിടക്കുന്ന കണ്ടു. പക്ഷെ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് ആ ഒരു അമ്മ. പക്ഷെ അവരെന്തോ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ആ ഒരു ചിരി, ഒരു പുഞ്ചിരിയോട് കൂടിയാണ് അവർ മരണപ്പെട്ടിട്ടും കിടക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ, നമ്മൾ പല വീഡിയോസും കാണുമ്പോഴത്തേക്ക് ഇവരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നും. സ്വന്തം മകളുടെ കാര്യം ഓർത്ത് ഇങ്ങനെ റോഡിൽ കിടന്ന് അലയുന്ന ആ ഒരു വ്യക്തി, എനിക്ക് അത് പറയുമ്പോഴേ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. എൻ്റെ മകളുടെ ചിന്തയിൽ മാത്രം മകൾക്ക് നീതി കിട്ടണം, മക്കള് കൊന്ന ആരാണ് അവർക്കൊക്കെ ഇതുപോലെയുള്ള ശിക്ഷ കിട്ടണം എന്ന് വിചാരിച്ച് നടന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ അറിയാവുന്ന പല ആൾക്കാരും മരണപ്പെടുകയുണ്ടായി. ഇനി ആരാ ജിഷയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത്? നീതി വാങ്ങിക്കൊടുക്കേണ്ട ആൾക്കാരെല്ലാവരും മരണപ്പെട്ടു. എന്താ ചെയ്യുക? ആരുമില്ല. ഇനി ആകെ ഉള്ളത് ആ ഒരു ജിഷയുടെ സഹോദരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും കൂടിയാണ്. ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യുന്നവൻ പുറത്ത് ലാവിഷായിട്ട് നടക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ.